ഈ സമ്മർ സീസണിൽ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണല്ലോ മാങ്ങ. ഈ മാങ്ങ വെച്ചിട്ട് നമുക്കൊരു ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പാൽപ്പാടയും മതി. ഞാൻ പാൽപ്പാടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാരയും പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പാൽപ്പാട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് പാൽപ്പാടയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി പാൽ വാങ്ങുമ്പോൾ ആ പാൽ നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുത്ത പാലിൽ നിന്ന് ആ പാൽപ്പാട വേർതിരിച്ചിട്ട് നമുക്കൊരു കണ്ടെയ്നറിലായിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അങ്ങനെ കുറേ ദിവസം ആകുമ്പോൾ ആ പാൽപ്പാട എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് നെയ്യും ബട്ടറും ഇതുപോലെ ഫ്രഷ് ക്രീമൊക്കെ റെഡിയാക്കാം. അപ്പോൾ ആ ഒരു പാൽപ്പാടയിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച മാങ്ങാ പീസസും അതുപോലെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ആ പഞ്ചസാരയും പാൽപ്പാടയും നല്ല പോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ആയാൽ മതി കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ആ മാങ്ങ പീസസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. 2 മാങ്ങ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അളവ് എടുക്കുകയാണെങ്കിൽ പാൽപ്പാടയും അതുപോലെ മാങ്ങ പീസും അതുപോലെ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മിക്സി ഓണാക്കുന്ന സമയത്ത് തന്നെ ഇത് ശരിക്കും അങ്ങോട്ട് മിക്സായി വന്നോളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. അവ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ നല്ല ഐസ്ക്രീമിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കൊന്നും വേണ്ട. കാരണം നമ്മൾ പാൽപ്പാട ഓൾറെഡി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കുറച്ച് ഐസായിട്ടുള്ള പാൽപ്പാടയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. നമുക്ക് ഈ ഒരു രീതി ഇപ്പോൾ തന്നെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ഇത് നമുക്ക് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യണമെങ്കിൽ മാത്രം ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ തന്നെ സെർവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുന്ന ആവശ്യമുള്ളൂ. കാരണം കേട്ടോ ഇതൊരു ഐസ്ക്രീമിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ. ഇപ്പോൾ നല്ല മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടാൻ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ പാൽപ്പാട ഡെയിലി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാവരും വീട്ടിലും പാൽപ്പാടയും കാണും. പിന്നെ വേണ്ടത് പാൽപ്പൊടിയും പഞ്ചസാരയുമാണ്. അത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.